മൈ ലൈഫ് പാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും കുറേ നാളായിട്ട് ഞാൻ ലോങ് വീഡിയോസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാറില്ല. വേറെ ഒന്നുമല്ല, നമ്മളൊരു വലിയ റീലൊക്കേഷൻ നടത്തിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഓസ്ട്രേലിയയിലാണ്. യു കെയിലായിരുന്നു. യു കെയിൽ നിന്ന് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവാനുള്ള ആ ഒരു ടൈമും അറിയാമല്ലോ, നമ്മളൊരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രഗിളിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുന്നത് ഇവിടുത്തെ ഐക്കേലാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ കണ്ടോ കേട്ടോ. ബെഡ് സെറ്റ് തൊട്ട് ലിവിങ് റൂമിലെ കാര്യങ്ങൾ, കിച്ചൺ സാധനങ്ങൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചും ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് സോഫ സെറ്റുകൾ, കിച്ചൺ സെറ്റുകൾ, ഡൈനിങ് സെറ്റുകൾ, ബെഡ് സെറ്റ്, ബെഡ് ഫ്രെയിം, നമ്മുടെ മാട്രസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയ വീടൊക്കെ വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്ത് ഇവിടെ എടുക്കാനായിട്ടും പറ്റും കേട്ടോ. നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ സ്പേസ് എത്രത്തോളം അവൈലബിൾ ആണെന്നനുസരിച്ചിട്ട് നമുക്കിവിടെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മളുടെ ഡിസൈൻ ഇവിടെ കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു കിച്ചണും ഡൈനിങ് ടേബിളും എല്ലാം ഒരു റൂം എങ്ങനെയാണോ അതേപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതുപോലെ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എല്ലാതും ഒന്നും വാങ്ങിയിട്ടില്ല, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു കിച്ചണിലേക്കും ഡൈനിങ് ആവശ്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അട്രാക്റ്റഡ് ആയി പോകും. എന്നാൽ നമുക്ക് ഒരുപാട് വില എന്ന് പറയാനായിട്ടും ഇല്ല, കാരണം നമ്മൾ പല വേറെ ഷോപ്പുകളിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്ടൻസിൽസ് ആണെങ്കിലും എല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തതിൻ്റെ ആ ഒരു ജേർണീനെ പറ്റി അറിയാൻ കൂടുതൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കുക. കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സീരീസായിട്ട് അതിൻ്റെ പേപ്പർ വർക്കും പ്രോസസ്സിങ് കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും, അങ്ങനെ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ല, കാരണം അത് വേസ്റ്റ് ഓഫ് ടൈമായിട്ട് വരും. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിതുപോലെ ഒരു ബെഡ് ഫ്രെയിം, ബെഡ് സെറ്റ്, മാട്രസ്, പിന്നെ സോഫ സെറ്റുകൾ അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. TV യൂണിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ടെൻറ്റ് പോലെ കെട്ടി കളിക്കാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെഡൊക്കെ നമുക്ക് കിടന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന അനുസരിച്ചിട്ട് പിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇവർക്ക് ഡെലിവറി സൗകര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അപ്പം തന്നെ കളക്ട് ചെയ്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നമുക്ക് മറ്റേ നമ്മൾ ബാലരമയിലൊക്കെ കളിക്കില്ലായിരുന്നു, ടുട്ടുപോയിൽ വഴി കാണിക്കുക എന്ന് പറഞ്ഞിട്ട്, ആ ഒരു അവസ്ഥയിൽ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ചവിടെ വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫർണിച്ചർ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നതിൽ ഇതുപോലെ അവർ കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിത് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റത്തിൻ്റെ എവിടെയാണ് അത് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ളതിൻ്റെ നമ്പരും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഇവിടെ വന്നിട്ട് ആ നമ്പർ വെച്ചിട്ട് നമ്മളുടെ ഐറ്റം സെലക്ട് ചെയ്തിട്ടാണ് ബില്ലിങ്ങിലേക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾക്ക് കടയിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനം എടുക്കുന്ന പോലെ അവിടെ നിന്നല്ല. ഡിസ്പ്ലേ യൂണിറ്റ് വേറെ ആയിട്ടും അതിൻ്റെ സ്റ്റോറേജ് ഇതുണ്ടോ ഇതേപോലെ. എന്നിട്ട് അതിന് ഓരോ റാക്കിനും നമ്പറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ ചെന്നിട്ട് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് എവിടെയാണ്, എങ്ങനെയാണ്, ഞങ്ങൾ
എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ഇത് പറയുവാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്